ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങ് പൊറുക്കണം. എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരെടുത്തുചാട്ടമാണോന്ന് എനിക്കൊരു സംശയം. തെളിച്ചു പറയൂ. അങ്ങ് പറഞ്ഞതിന് പ്രകാരം ഇരട്ട കുട്ടികളിൽ നാഗപ്രീതിയുള്ള ഒരാൾ കളരിക്കിലേക്ക് വരുന്നതോടെയാണ് കളരിക്കൽ തറവാടിന്റെ ശാപമോക്ഷമൊന്നല്ലേ? നവീൻ വിവാഹം കഴിച്ച കൃഷ്ണയും ഗാഥയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. കൂടുതൽ അന്വേഷിക്കാതെ നവീന്റെ ഭാര്യയായി ആ കുട്ടിയെ സ്വീകരിച്ചത് ഒരു തെറ്റാണോ? സരസ്വതി അമ്മയുടെ സംശയം ന്യായമാണ്. ഈ വിവാഹം നടക്കുന്ന സമയത്ത് കളരിക്കൽ തറവാടിന്റെ സർപ്പശാപം ഉണർത്താൻ വേണ്ടി ആഭിചാരകർമ്മങ്ങൾ ഏറെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നാഗദൈവങ്ങൾ ആ കുട്ടിയെ ദംശിച്ചില്ല. ഇപ്പോഴും അവൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അവൾ നാഗപ്രീതിയുള്ള കുട്ടിയാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോ ഇനി ശാപം ഫലിക്കില്ലെന്നാണോ? ഒരിക്കലുമല്ല. കളരിക്കൽ തറവാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ കളരിക്കലേക്ക് വധുവായി വരുന്ന പെൺകുട്ടികൾ എല്ലാവരും തന്നെ 41 ദിവസത്തിനുള്ളിൽ സർപ്പദംശനമേറ്റ് മരിച്ചിട്ടുണ്ട്. അതിന് ഒരപവാദം നന്ദഗോപാലന്റെ ഭാര്യ മാത്രമാണ്, നവീന്റെ അമ്മ. അതിന് സവിശേഷമായൊരു കാരണം കൂടിയുണ്ട്. കശ്യപ പത്നിയും നാഗദേവതകളുടെ അമ്മയുമായ കദ്രുവിന്റെ ജന്മനക്ഷത്രം തന്നെയായിരുന്നു നന്ദഗോപാലിന്റെ ആദ്യ ഭാര്യയ്ക്ക്. മരണസമയം നീട്ടിക്കിട്ടാൻ അതാണ് കാരണമായത്. മറ്റാർക്കും അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തതെന്ന് കൂടുതൽ പേടിക്കേണ്ട അവസ്ഥയാണെന്നാണോ അങ്ങ് പറയുന്നത്? ഭയം കൊണ്ടൊന്നും നേടാനാവില്ല. ആത്മധൈര്യം ആർജിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യന് സ്വയം തിരുത്താൻ പറ്റുന്നത്. ഇനിയുള്ള 41 ദിവസം കളരിക്കലേക്ക് വന്ന പെൺകുട്ടി ചില കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ആ കഠിന വ്രതത്തിന് ശേഷം 41 ദിവസം പൂർത്തിയാക്കി 42ാം സൂര്യോദയത്തിലേക്ക് ആള് കടന്നാല് ഉറപ്പിക്കാം, കളരിക്കലെ ശാപം പൂർണ്ണമായി മാറിയെന്നും വന്നു കയറിയ പെൺകുട്ടി ആ ശാപത്തിൽ നിന്ന് തറവാടിനെ മോചിപ്പിക്കാൻ എത്തിയവളാണെന്നും. പിന്നീട് അങ്ങോട്ട് ഒരു ശക്തിക്കും അവരുടെ ദാമ്പത്യത്തിന് തടയാനാവില്ല. ഒഴുകുന്നൊരു നദി പോലെ അത് ശാന്തമായി മുമ്പോട്ട് പോകും. വ്രതാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും അതെല്ലാം ഞാൻ ചെയ്യിപ്പിച്ചോളാം. നല്ലത്. അനുഷ്ഠാനങ്ങൾ നാം പറഞ്ഞുതരാം. ഒപ്പം എല്ലാ ദിവസവും മുടങ്ങാതെ നാം പൂജകളും ചെയ്തുകൊണ്ടിരിക്കാം. കളരിക്കൽ തറവാടിനെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് കൂട്ടിക്കോളൂ. അങ്ങയോടുള്ള വിശ്വാസം മാത്രമാണ് എന്റെ ധൈര്യം. എന്റെ കുട്ടികളെ കാക്കണം, അവർക്കൊരാപത്തും ഇല്ലാതെ.